അപ്പം നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം വീടിൻ്റെ പണി എല്ലാം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയ കോൺക്രീറ്റ് ആണ് ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ സന്തോഷം. ഇതിപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കുറേ വർഷത്തെ ആഗ്രഹമായിരുന്നു നമുക്കൊരു വീട് വെക്കണം എന്നല്ല, നമ്മുടെ വീട് ഒന്നുകൂടെ നിന്ന് വലുതാക്കണം എന്നുള്ളത്. അതിപ്പോൾ നമുക്ക് നിറവേറിയിരിക്കുകയാണ്. നമ്മുടെ വാർപ്പും കാര്യമെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വാർപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ നേണ്ടേ അച്ഛനും അമ്മയൊക്കെ തന്നെ ഇവിടെ ഹാപ്പി ആയിട്ട് നിൽപ്പുണ്ട്. വീടിൻ്റെ വാർപ്പൊക്കെ കഴിഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ. അതെ അതെ, നമ്മൾ ഉദ്ദേശിച്ച പല 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 വിഷയങ്ങൾ തരണം ചെയ്താണെങ്കിൽ പോലും ആ സമയങ്ങളിലെല്ലാം നമ്മുടെ വീടിൻ്റെ പണി നടന്നു. ലാസ്റ്റിൽ ഇപ്പം വീടിൻ്റെ വാർപ്പും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. ഇതിപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കുറേ വർഷത്തെ ആഗ്രഹമായിരുന്നു നമുക്കൊരു വീട് വെക്കണം എന്നല്ല, നമ്മുടെ വീട് ഒന്നുകൂടെ നിന്ന് വലുതാക്കണം എന്നുള്ളത്. അതിപ്പോൾ നമുക്ക് നിറവേറിയിരിക്കുകയാണ്. നമ്മുടെ വാർപ്പും കാര്യമെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതെ അതെ അതെ, വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഓൾറെഡി വീടുണ്ടായിരുന്നു, അതിൽ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു അല്ലേ സാർ? അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം നമ്മുടെ സ്ഥലത്ത് നമ്മളൊരു നല്ലൊരു വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്ത് പറയണമെന്ന് അറിയത്തില്ല, ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ വാർപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ തേപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തേപ്പും വയറിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത വീഡിയോക്കകത്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ വാർപ്പൊന്ന് കണ്ടിട്ട് കേട്ടോ. അപ്പം നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം വീടിൻ്റെ പണി എല്ലാം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയ കോൺക്രീറ്റ് ആണ് ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ സന്തോഷം എല്ലാവർക്കും. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെ, ഞങ്ങളുടെ അസുഖങ്ങളും കാര്യങ്ങളും പിന്നെ വീടിൻ്റെ പണി, കല്യാണം ഇതെല്ലാം ഭംഗിയായിട്ട് നടക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം ഞങ്ങളോട് ഒപ്പം ഉണ്ടാകണം. നമ്മുടെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇത്രയും നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു വീട് വെക്കുന്നത്. ഞങ്ങളെല്ലാം കൂടെ ഒരു വിധത്തിൽ കണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാർപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. വാർപ്പ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം കിട്ടുന്നത്. നമ്മുടെ വായുമാനം കടിച്ചു പോകുന്നുണ്ട്. ഗൈസപ്പതേ നമ്മുടെ വീടിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മേശിരിമാരെല്ലാം ഇവിടെ മണ്ടയ്ക്ക് വാർത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ താഴോട്ട് ഇറങ്ങാനും വയ്യ, വെട്ടി ഞാൻ നിൽക്കുകയാണ്. അതെ, ഇതപ്പോൾ നമ്മുടെ പണിയെല്ലാം തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ താഴോട്ട് ഇറങ്ങാൻ വേണ്ടി പോകണം. കോൺക്രീറ്റ് മൊത്തം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ തന്നെ ഇറങ്ങാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ ദാസപ്പം തന്നെ ഞാൻ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ബായ്, പുള്ളിക്കാരൻ എന്നെ പിടിച്ചടിപ്പിച്ച കേട്ടോ. പുള്ളിയുടെ വീട് എടുക്കണമെന്ന് പറഞ്ഞിട്ട്. കൊൽക്കത്ത, അതെ, പവർ പണിക്കാരാണ് കേട്ടോ. കൈസപ്പതേ നമ്മുടെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിനാണ്, അതാണ് കാണാത്തത്. അമ്മയാണ് അകത്താണ് പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ബീഫൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദാസപ്പനാണെങ്കിൽ കാല് വയ്യാത്തതുകൊണ്ട് വീട്ടിൽ ഇറങ്ങി വന്നില്ല. ഞാനും അച്ഛനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ പണിയിലായതുകൊണ്ടാണ് നിങ്ങൾ കാണാൻ പറ്റുന്നത്. നമ്മുടെ പണിയൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. ഗൈസപ്പോൾ അമ്മ വേണ്ട പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ബീഫൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ മേ? ഗൈസപ്പോൾ നമ്മുടെ ഭായിമാരൊക്കെ നല്ല കട്ടപ്പണിയാണ്. അച്ഛാ നടക്കട്ടെ, അങ്ങോട്ട് നടക്കട്ടെ, എല്ലാം നടക്കട്ടെ. വേണ്ടേ പയ്യന്റെ വണ്ടി കണ്ടോ? ചങ്ക് ബ്രോയുടെ മോൻ, മോനാണ് അവന്റെ വണ്ടി കണ്ടോ? ഞാൻ ഉറക്കത്തെ സ്കൂളിൽ പോകുന്നടാ. സ്കൂളിൽ പോകത്ത് വാർപ്പാണ്ട് എടാ പോടാ ആർക്കാന്ന് സ്കൂളിൽ പോകുന്നുണ്ടെന്ന്. എന്താ നീയാണോ വീട് പണിയുന്നത്? മേശരിയാണോ? ഏടാ വേറെത്തനാണ് ഇന്നലെ എന്നോട് വന്ന് പറഞ്ഞു ഞാൻ സ്കൂളിൽ പോകുന്നില്ലെന്ന്. മകിരാജ് അവനെ കാണുന്നില്ല. അതെ ഗൈസ്, വാർപ്പാവേണ്ടി ഇവന്മാരായിട്ട് സ്കൂളിൽ പോയില്ല കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ മേശന്മാർക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ബീഫ് കറി കണ്ട അമ്മ തന്നെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്. ഇതിലുണ്ട് ചേട്ടൻ, ഇത് കണ്ടോ?
നല്ല അടിപൊളി തിളക്കുന്ന ബീഫ് കറി എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ ഇനി പണിയാനുണ്ട് കേട്ടോ, ഇനി തേക്കാനുണ്ട്. അടുക്കളയെല്ലാം അലങ്കോലമായിട്ട് കിടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ കുക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുക്കളയും നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്കത്തെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയും നമ്മുടെ വീടിൻ്റെ വാർപ്പിൻ്റെ തട്ട് ഇളക്കുന്ന ടൈം കൊണ്ട് നമ്മുടെ താഴത്തെ പണി അങ്ങ് തീർക്കണം. അതായത് താഴത്തെ നമ്മുടെ മണ്ടയ്ക്കത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ താഴെയും കൊണ്ടുവരണം. പെട്ടെന്ന് റെഡിയാക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ പോണോ? നമ്മുടെ വീട്ടിൽ വാർപ്പാന്ന് അറിഞ്ഞുകൊണ്ട് വേണ്ട ഇമാര് സ്കൂളിലൊന്നും പോകുന്നില്ല കേട്ടോ. എന്താടാ സ്കൂളിൽ പോകത്തെ? എന്താടാ വാർപ്പ് നീയാണ് ഇവിടെ പണി തന്നെ? ശ്രേയപ്പെണ്ണ് പോകുന്നില്ല കേട്ടോ സ്കൂളിൽ. ശ്രേയപ്പെണ്ണാണെങ്കിൽ ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടോ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടോ? എവിടെ പോകുന്നുണ്ടോ? എന്താ എന്താ മതി വേണ്ടേ കിടക്കപ്പായെന്ന് വന്നേക്കോ പറ. ആ കഴിച്ചപ്പോ നമ്മുടെ ശ്രേയ ആണെങ്കിൽ മെന്റലിസം ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞോണ്ട് കേട്ടോ. എന്താ മെന്റലിസം ചെയ്യുന്നേ? എന്താ ആരെയാ ഇപ്പൊ മെന്റലിസം ചെയ്യാൻ പോന്നേ? പൊളിഞ്ഞ് 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 ആച്ചി ഇറങ്ങട്ടോ നന്നായിട്ട് കേട്ടോ. ഓക്കെ നല്ല ടാറ്റ് ചെയ്യൂ. ആ പറ ചെയ്യുമ്പോ പറ. ഉറക്കെ പറ. കൈ കെട്ടുവാണല്ലേ? ആ ആ കടും കെട്ടിട്ടേക്കാണ്. ആ പ്രേതം നിന്റെ അടുത്തുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാതെ നിനക്ക് ഈ കൈ അരക്കാൻ പറ്റിയ നീ മനസ്സിൽ വിചാരിക്കും. എന്താ കൈ അരക്കാൻ പറ്റുന്നുണ്ടോ? എന്താടാ കൈ മുറുകിയിരിക്കുവായിരുന്നു. ആണോ? നിങ്ങൾ അഭിനയിച്ചല്ല ഇരുന്നിരുന്നുണ്ട് ഞങ്ങള് എല്ലാം ഇടുക. കേസപ്പതേ നമ്മുടെ വീടിന്റെ വാർപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇനി നമ്മുടെ പണിക്കാരെല്ലാവരും പോകും കേട്ടോ. അവർക്ക് ഇനി അടുത്ത പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ മിഷീനൊക്കെ ഇറങ്ങിക്കൊണ്ട് പോവാണ്. അപ്പം ഇവർ കഴിക്കുന്ന നല്ല അടിപൊളി ബീഫ് കറിയും പൊറോട്ടയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു പാട്ട് പാടാൻ വേണ്ടി പോകുന്ന പറഞ്ഞിട്ടുണ്ട്. പഠിയോ? കേസപ്പം എന്തായാലും നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ വീട്ടിൽ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. നല്ല അടിപൊളി ബീഫ് കറിയും പൊറോട്ടയും കൊണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വാർപ്പെല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പണിക്കാരെല്ലാം കഴിച്ചിട്ട് അവർ പോയി അടുത്ത വർക്കിന് പോയി. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇത് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഇവരെ കൊണ്ട് കേട്ടോ. കഴിക്കാം. നല്ല അടിപൊളി പൊറോട്ടയും ബീഫും ഉണ്ട് കേട്ടോ. അമ്മ വെച്ചാണ് ബീഫ് കറി അമ്മ വെച്ചാണ്. പൊറോട്ട വെളിയിൽ നിന്ന് മേടിച്ചത് കേട്ടോ. അവിടെ വീട്ടിലിരുന്ന് കഴിക്കാത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വയറിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഭിത്തിയൊക്കെ പൊട്ടിക്കുന്നതിന് ഫുള്ള് പൊടിയായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറി. നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് വന്നിരുന്ന് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇല്ലടാ. ആ എങ്ങോട്ടാ എങ്ങോട്ട് എങ്ങോട്ടാ പൊളിയല്ലേ? സത്യം പറഞ്ഞാൽ ഡയറ്റാണ് കേട്ടോ. വിശന്നിട്ട് വയ്യ, അതുകൊണ്ടാണ് നമ്മൾ വേറെ ഫുഡൊന്നും വീട്ടിൽ വെച്ചില്ലായിരുന്നു. അപ്പം വല്ലപ്പോഴേ കഴിക്കത്തുള്ളൂ. അപ്പോൾ തന്നെ കഴിക്കണേ.
അങ്ങനെ നമ്മുടെ വീടിൻ്റെ വാർപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വീടിൻ്റെ തട്ടും കാര്യങ്ങളൊക്കെ ഇളക്കുന്നതാണ്. പിന്നെ വീട് തേക്കണം, പെയിൻറ്റ് അടിക്കണം, അങ്ങനെ കുറേ പണിയൊക്കെ ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അച്ഛനും അമ്മയും എല്ലാവരും ഒന്ന് ഹാപ്പി ആയത്, നമ്മുടെ വീടെല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും കാത്തിരുന്ന് കാണുക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.